ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അയ്യപ്പൻ്റെ സ്വർണം കൊള്ള നടത്തിയിട്ടുള്ള അയ്യപ്പൻ്റെ സ്വത്ത് കൊള്ളയടിച്ച ആ കേസിൽ ഉൾപ്പെടേണ്ടവരെല്ലാവരിലേക്കും അന്വേഷണം എത്തണമെന്നാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത്. സംസ്ഥാന സർക്കാരിന് ചില താല്പര്യങ്ങളുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം അവർ നടത്തിയതല്ല, ഹൈക്കോടതി നിശ്ചയിച്ച SIT ആണ് നടത്തുന്നത്. ഈ അന്വേഷണത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അതിലവർ പൂർണ്ണമായിട്ടും സർക്കാർ വിജയിച്ചിട്ടില്ല. ഇനിയും അന്വേഷണം പലരിലും എത്തേണ്ടതായിട്ടുണ്ട്, സ്വകാര്യമായിട്ട് ചോദ്യം ചെയ്തോളൂ ഉൾപ്പെടെ. എന്തായാലും തന്ത്രി ഇന്നലെ വിളിച്ച് കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്തു, പിന്നെ കസ്റ്റഡിയിലെടുത്തു. നിയമത്തിൻ്റെ വഴിക്ക് പോകണം. എല്ലാവർക്കും ബാധകമാണ് നിയമം, അക്കാര്യത്തിലും ഞങ്ങൾക്കെതിരെ അഭിപ്രായമില്ല. പക്ഷേ തന്ത്രിയിൽ ചാരി മന്ത്രി രക്ഷപ്പെട്ടു പോകുമെന്നുള്ള കാര്യം സംശയം സമൂഹത്തിലുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടും SIT ശ്രദ്ധിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് നിർഭയമായിട്ടുള്ള അന്വേഷണവുമായിട്ട് അവർ മുന്നോട്ട് പോട്ടെ. അല്ല, അത് പോലീസിൻ്റെ മുന്നിലിരിക്കുന്ന ഒരു കേസായതുകൊണ്ടും കോടതി നിരീക്ഷണം ഉള്ളതുകൊണ്ടും ആ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അന്വേഷണം എന്ന് പറയുന്നത് ആരെയെങ്കിലും ബലിയാടാക്കി യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനാകരുത് എന്നുള്ളത് SIT ഉറപ്പുവരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ല, അത് BJPക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർക്ക് അതിൻ്റെതായ കുറ്റബോധം ഉള്ളതുകൊണ്ടാണ്. ഇതുവരെ അക്കാര്യത്തിലൊന്നും അവർ മിണ്ടിയിട്ടില്ലല്ലോ. ശബരിമല സ്വർണ്ണക്കേസിൽ അവർ വളരെ മൗനമായിരുന്നു പല ഘട്ടങ്ങളിലായിട്ട്. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നു ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അയ്യപ്പൻ്റെ സ്വത്ത് കൊള്ളയടിച്ചവരാരായാലും ആ പരിശുദ്ധമായ ദേവാലയത്തിൻ്റെ വിശുദ്ധതയെ തകർക്കാൻ ശ്രമിച്ചവരാരായാലും അവർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. അതനുസരിച്ച് ആരും ഒഴിയരുത്. ഞങ്ങളെല്ലാം ആദ്യമേ ഞങ്ങൾ പറഞ്ഞു, കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. SITയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുമ്പോഴും ആ നിയമം എല്ലാവരിലേക്കും എത്തുമെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം SIT ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അല്ല, ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉള്ളതുകൊണ്ട് അക്കാര്യത്തിൽ അവർ മുന്നോട്ട് പോകുന്ന SITയുടെ മുന്നിൽ കൂച്ചുവിലങ്ങിടാനുള്ള ശ്രമമുണ്ട്. ഞങ്ങളത് ഇടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. SITയുടെ മുന്നിൽ കൂച്ചുവിലക്കെടുക്കാനുള്ള ശ്രമമുണ്ട്, സർക്കാർ ഇടപെടാനുള്ള ശ്രമമുണ്ട്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും വലിയ ഈ തന്ത്രിയിലേക്ക് തന്നെ ഇതെത്തേണ്ട മൊഴി വന്നത് എവിടെ നിന്നാണെന്നൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന ആളിൽ നിന്നാണ്. ആ പ്രസിഡന്റിനെ ഇപ്പോഴും സ്വന്തം പാർട്ടിയിൽ വെച്ചിട്ടാണ് CPM ഈ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം വല്ല അപജയം പറയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു, ഈ നാട്ടിൽ ഏതെങ്കിലും കൈക്കൂലി വാങ്ങുന്നവരെ ഉണ്ടോ എന്ന് ഈ കാലത്ത് കേൾക്കാനുണ്ടോ എന്ന് നിങ്ങൾ കേട്ടുകൊള്ളൂ. ഞാൻ ശബരിമലയിൽ വെച്ച് പറഞ്ഞായിരുന്നു അതിന് മറുപടി. അയ്യപ്പൻ്റെ സ്വർണം കട്ട 2 പേരെ 2 കക്ഷത്തിലും വെച്ചിട്ടാണ് മുഖ്യമന്ത്രി അഴിമതിക്കെതിരായിട്ട് പ്രസംഗിക്കുന്നത്. ഇതാരുടെ ചാരിത്ര പ്രസംഗം എന്നാണ് നമ്മൾ പറയേണ്ടത്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതല്ലേ? ഈ അടൂർ പ്രകാശ് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകിയിട്ടുണ്ടോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി? ഇല്ല, അടൂർ പ്രകാശിനോട് ആരും ചോദിച്ചിട്ടില്ല. അതിലാണ് അടൂർ പ്രകാശ് എന്നോട് പറഞ്ഞത്. വിശദീകരണം പാർട്ടി ചോദിച്ചിരുന്നോ? ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ആരന്വേഷിച്ചാലും സത്യമായ കാര്യങ്ങൾ പുറത്തു വരണം. ഞങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് അല്പസ്വല്പം വിശ്വസിക്കുന്നത് തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കപ്പെടുമായിരുന്നു, കേസ് തന്നെ ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ കോടതിയുടെ വീക്ഷണത്തിലുള്ള അന്വേഷണമായിരിക്കണം എല്ലാത്തിലും എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിഷ്കർഷം. മറ്റൊരു കാര്യം, മലയാള ഭാഷാ ബിൽ പിൻവലിക്കണമെന്ന് ആവശ്യമായിട്ട് കർണാടക മുഖ്യമന്ത്രി രംഗത്ത്, പ്രത്യേകിച്ചും കാസർഗോഡ് ഭാഷാ ന്യൂനപക്ഷങ്ങളെ അടക്കം ഇത് അടിച്ചേൽപ്പിക്കുന്ന ഒരു ബില്ലാണെന്ന് പറയുന്നത്. പിൻവലിക്കണം. ACC നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? അല്ല, ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഇന്ന് വാർത്തകളിലൂടെ കണ്ടിട്ടുണ്ട്. മലയാളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, കന്നഡയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇത് തന്നെയാണ് AICCയുടെ നിലപാട്. അക്കാര്യത്തിൽ ഭാഷയുടെ പേരിൽ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നതിനോട് കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കുന്നില്ല. അതിപ്പം ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടന്നപ്പോഴും ഞങ്ങളുടെ നിലപാട് അത് തന്നെയായിരുന്നു. അക്കാര്യത്തിൽ ഭാഷ അടിച്ചേൽപ്പിക്കേണ്ടതല്ല, ഞങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. ഭാഷാ ബിൽ പിൻവലിക്കണമെന്ന സിദ്ധരാമയ്യയുടെ നിലപാട് ശരിയെന്നാണ്? അല്ല, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല. ഭാഷാ ബിൽ ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല.
ഭാഷയെന്ന് പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യമായി. ഇപ്പോൾ കന്നഡ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കന്നഡ സംസാരിക്കട്ടെ, മലയാളം സംസാരിക്കാൻ താല്പര്യമുള്ളവർ മലയാളം സംസാരിക്കും. മലയാളത്തിൻ്റെ മലയാള ഭാഷ എല്ലായിടും സർവ്വവ്യാപിയാകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഞങ്ങളെല്ലാം ഭാഗവാക്കാണ്. നമ്മളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. അത് കൂടുതൽ കൂടുതൽ വ്യാപിക്കണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ആര് മത്സരിക്കണം എന്നുള്ള കാര്യത്തിലും തീരുമാനം ഇതുവരായിട്ടില്ല. പിന്നെ എങ്ങനെ എം പിമാരുടെ കാര്യം ഇപ്പോൾ പറയുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള പലരും മത്സരിക്കില്ല എന്ന് പറയുന്നു, ചിലർ മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കും. അല്ല, ഞങ്ങളിത് കൃത്യമായിട്ട് ബത്തേരിയിൽ കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തെ വളരെ വിശദമായി ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയം എന്ന് പറയുന്നത് വിജയസാധ്യത ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയമായിരിക്കും. അതിൽ എം പിമാരുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ആരുണ്ട് ആരില്ല എന്നൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് കൃത്യമായിട്ട് ലിസ്റ്റ് വരുമ്പോൾ മനസ്സിലാവുമല്ലോ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഉണ്ടാവില്ല. ആര് വരും ആര് വരില്ല എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ്, CEC ആണ്. എനിക്ക് പറയാൻ അധികാരമില്ല, ഇവിടെ ആർക്കും പറയാൻ അധികാരമില്ല. ഇപ്പം പാർട്ടി തീരുമാനിക്കുന്ന ഫൈനൽ തീരുമാനമായിരിക്കും അന്തിമമാകും. കെ സുധാകരന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ? കെ സുധാകരൻ എന്തെങ്കിലും ഉറപ്പ് കൊടുത്തിരുന്നോ?